Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vagaby. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒക്ടോബർ മാസം വന്നെത്തിയിരിക്കുകയാണ്, ജപമാല മാസം. എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ പ്രശ്നം, എന്ത് പ്രശ്നമാണെങ്കിലും, എന്തെന്ന് പറയുമ്പോൾ അതിന് ഇന്ന പ്രശ്നങ്ങൾ എന്നില്ല. ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ ജപമാല എടുക്കുക, അങ്ങ് പ്രാർത്ഥിക്കുക, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ഇത് നടന്നിരിക്കും. ഒരു ഡൗട്ടും വേണ്ട. ഇത് ഞാൻ നിങ്ങളെ ദുഃഖത്തിലാണ്ടുപോയവർക്ക് ആശ്വാസം നൽകുവാനോ അല്ലെങ്കിൽ പരാജിതരായിട്ടുള്ളവർക്ക് ഒരു പിടിവള്ളി തരാനോ ഒന്നുമല്ല ഞാൻ ഈ പറയണത്. ഒരു സൈക്കോളജിക്കൽ മൂവല്ല, ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു വസ്തുതയാണ്. പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല. പരിശുദ്ധ ജപമാല ചൊല്ലിയാൽ തീരാത്തതായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കൂ, നിങ്ങളുടെ തന്നെ ലൈഫിൽ നിങ്ങൾ നോക്കൂ, എന്നാണ് നിങ്ങൾ വീണു പോയത്? ഈ ജപമാല ചൊല്ലുന്നത് കുറഞ്ഞപ്പോഴോ ഇത് പൂർണ്ണമായിട്ട് നിർത്തലാക്കിയപ്പോഴോ ആണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം വന്നത്. മാതാവ് ഒരു വ്യക്തിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈശോയുടെ തിരുരക്തവും പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരും കൊണ്ട് മാതാവ് ഉണ്ടാക്കിയ സ്വർഗത്തിൻ്റെ മാലയാണ് ഇതെന്ന്. നമുക്കറിയാം, മാതാവോ വിശുദ്ധരോ പ്രത്യക്ഷപ്പെട്ട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായമല്ല പറയുന്നത്, നേരെ മറിച്ച് ദൈവപിതാവിൻ്റെ സന്ദേശമാണ്. സോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒന്നാണ് പരിശുദ്ധ ജപമാല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും, എന്ത് തന്നെ സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എനിക്ക് അത്ര അധികം സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു 5 അപ്പാരീഷൻ, ഒരുപാട് അപ്പാരീഷൻ ഉണ്ട്. ഒരു 5 അപ്പാരീഷൻസിൽ ജപമാല ചൊല്ലാൻ മാതാവ് 5 അപ്പാരീഷൻ. ഒന്നാമത്തത് അവർ ലേഡി ഓഫ് ഫാത്തിമ. 1917 ഫാത്തിമയിൽ, പോർച്ചുഗലിൽ മാതാവ് വന്നിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഫാത്തിമ മാതാവ് ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടത്. രണ്ടാമതായിട്ട് കിബുഹോ, റുവാണ്ടയിൽ 1981 മുതൽ 89 വരെ മാതാവ് വന്നത്. പിന്നെ അക്കിത്തയിൽ 1973 സിസ്റ്റർ ആഗ്നസിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊന്ന് 1933 അവർ ലേഡി ഓഫ് ബാനുവെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ദ വെർജിൻ ഓഫ് പൂർ എന്നും വിളിക്കുന്നു. അവിടെ 1933 മാതാവ് വന്നു. അതേ വർഷം തന്നെ മാതാവ് അവർ ലേഡി ഓഫ് ബോറിങ്ങിൽ മാതാവ് വന്നിട്ട് ജപമാലയുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. അപ്പം ഫാത്തിമയിലെ മാതാവ് വന്നിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രേ ദ റോസറി എവറി ഡേ ടു ഒബ്റ്റെയിൻ പീസ് ഫോർ ദ വേൾഡ് ആൻഡ് ദി എൻഡ് ഓഫ് ദി വാർ. അന്ന് 1-ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം അവസാനിക്കാൻ എൻ്റെ മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലൂ എന്ന് മാതാവ് പറഞ്ഞു. പറയുക മാത്രമല്ല, ആ ആളുകൾ ജപമാല ചൊല്ലി മാതാവ് പറഞ്ഞതുപോലെ കേട്ടപ്പോൾ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. 1917 ജൂൺ 13 മാതാവ് ഇപ്രകാരം പറഞ്ഞു: ഐ വാണ്ട് യു ടു കണ്ടിന്യൂ പ്രേയിങ് ദ റോസറി എവറി ഡേ. അപ്പോൾ സിസ്റ്റർ ലൂസി പിന്നീട് പറഞ്ഞത് ഇപ്രകാരമാണ്. സിസ്റ്റർ ലൂസിയുടെ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ജപമാല ചൊല്ലിയാൽ തീരാത്തതായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും ജപമാല ചൊല്ലിയാൽ തീരാത്തതായിട്ടൊന്നുമില്ല എന്നാണ്. കിബ്ഹോയിൽ മാതാവ് പറഞ്ഞ ഇപ്രകാരമാണ്: വൺ മസ്റ്റ് റിസൈറ്റ് ദ റോസറി എവറി ഡേ ആൻഡ് ഓൾസോ റോസറി ഓഫ് 7 സോറോസ് ഓഫ് മേരി ടു ഒബ്റ്റെയിൻ ദ ഫേവർ ഓഫ് റിപ്പൻറ്റൻസ്. കിബ്ഹോയിൽ നമുക്കറിയാം, അവിടെ വൻ കൂട്ടക്കൊലകൾ നടക്കുന്നതിന് മുൻപാണ് മാതാവ് അവിടെ വന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാവാൻ ജപമാല ചൊല്ലാനും പറഞ്ഞു. അതിന് കൂട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തോടുള്ള ജപമാലയും ചൊല്ലാൻ മാതാവ് അവിടെ പറയുകയുണ്ടായി. അവരുടെ അക്കിത്തയിലെ മാതാവ് പറഞ്ഞത്: പ്രേ വെരി മച്ച് ദ പ്രേയേഴ്സ് ഓഫ് ദ റോസറി. ഐ അലോൺ ആം ഏബിൾ ടു സ്റ്റിൽ ടു സേവ് യു ഫ്രം ദ കലാമിറ്റീസ് വിച്ച് അപ്രോച്ച്. ദോസ് ഹു പ്ലേസ് ദ കോൺഫിഡൻസ് ഇൻ മീ വിൽ ബി സേവ്ഡ്. അതുപോലെ അവർ ലേഡി ഓഫ് ബ്യൂണെക്സിലും ബൗറിങ്ങിലും മാതാവ് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നിരവധി അപ്പാരിഷൻസ് ഉണ്ട്. അതൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഞാൻ പ്രധാനമായിട്ട് പറയാൻ വന്ന കാര്യം, പരിശുദ്ധ ജപമാല ചൊല്ലുന്നവർക്കുള്ള മാതാവ് നൽകിയ 15 വാഗ്ദാനങ്ങളാണ്. ഒന്നാമത്തെ വാഗ്ദാനം,
ഭക്തിയോടുകൂടി ജപമാല ചൊല്ലി എന്നെ വണങ്ങുന്നവർക്ക് ശക്തമായ വരപ്രസാദങ്ങൾ ലഭിക്കും. 2. ജപമാല ചൊല്ലുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക സംരക്ഷണം ഞാൻ നൽകും. 3. നരകത്തിനെതിരായ ശക്തമായ കവചം ആയിരിക്കും ജപമാല. ദുശീലങ്ങൾ, പാപം, പാഷണ്ഡതകൾ എന്നിവ കുറയാൻ ജപമാല സമർപ്പണം കാരണമാകും. 4. സുഹൃത്തുക്കളും സൽപ്രവൃത്തികളും വളർന്നു വരാൻ ജപമാല സമർപ്പണം കാരണമാകും. ജപമാല ചൊല്ലുന്നവർക്ക് ധാരാളമായ ദൈവകാരുണ്യം കിട്ടും. ലോകമോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിത്യതയെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും ജപമാല ചൊല്ലൽ സഹായിക്കും. ജപമാല ചൊല്ലി എൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവർ നശിച്ചു പോവുകയില്ല. ഇത് നമ്മൾ നിരവധി ശുദ്ധീകരണ ആത്മാക്കളുടെ അനുഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നരകത്തിൽ ഉറപ്പായിട്ടും പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ആത്മാക്കൾ അവരുടെ മരണക്കിടക്കയിൽ അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് അവർക്ക് അനുദപിക്കാനുള്ള കൃപ ലഭിക്കുന്നു. അതും അവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചവരായിരിക്കത്തില്ല, വല്ലപ്പോഴും ഒക്കെ ജപമാല ചൊല്ലിയവരാ. എന്നിട്ട് പോലും അവർക്ക് വേണ്ടി മാതാവ് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. 6. ഭക്തിയോടെ ജപമാല ചൊല്ലുകയും ദിവ്യരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ദുരന്തങ്ങൾ കീഴടക്കില്ല. ദൈവം തൻ്റെ നീതി കൊണ്ട് അവരെ ശിക്ഷിക്കുകയില്ല. ജപമാല ചൊല്ലുകയും നീതിയോടെ ജീവിക്കുകയും ചെയ്താൽ നിത്യജീവൻ നേടും. 7. ശരിയായ ജപമാല ഭക്തിയുള്ളവർ സഭയുടെ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. ഇതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മരിക്കുന്നതിന് മുൻപ് നമുക്ക് പരിശുദ്ധ കുർബാനയും കുമ്പസാരമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ മാതാവ് പറയുകയാണ്, ശരിയായ ജപമാല ഭക്തിയുള്ളവർ സഭയുടെ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. 8. ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്തത കാണിക്കുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവിക പ്രകാശം ലഭിക്കും. മരണസമയത്ത് അവർക്ക് വിശുദ്ധരുടെ പുണ്യ യോഗ്യതകളിൽ പങ്കാളിത്തം കിട്ടും. 9. ജപമാല ഭക്തരായിരുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഞാൻ മോചിപ്പിക്കും. 10. വിശ്വസ്തരായ ജപമാല ഭക്തർക്ക് സ്വർഗത്തിൽ ഉന്നത മഹത്വം ലഭിക്കും. ജപമാല ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത് തന്നെയായിക്കളുടെ പ്രശ്നം, നേരെ ജപമാല എടുക്കുക, പ്രാർത്ഥിക്കുക, നിയോഗം സമർപ്പിക്കുക, കാര്യം കഴിയും, ഫിനിഷ്. 9. 12. ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളിൽ എൻ്റെ സഹായം ലഭിക്കും. കണ്ടോ, നമ്മളിത് പ്രചരിപ്പിക്കുക കൂടെ വേണം. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ സാക്ഷ്യം പറയണം. ജപമാല ചൊല്ലിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എന്താ പറയുക, ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഗിഫ്റ്റുകൾ. 13. എൻ്റെ ജപമാല ഭക്തർക്കും ജീവിതകാലത്തും മരണസമയത്തും മുഴുവൻ സ്വർഗീയ വൃന്ദങ്ങളുടെയും സഹായം ഉണ്ടാകുമെന്ന വാഗ്ദാനം എൻ്റെ പുത്രനായ യേശുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ വേണം ഇതിനപ്പുറം? 14. ജപമാല ചൊല്ലുന്ന എല്ലാവരും എൻ്റെ മക്കളും എൻ്റെ പുത്രൻ യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരും ആയിരിക്കും. 15. സ്വർഗത്തിൽ പോകും എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരിക്കും ജപമാല ഭക്തി. അപ്പോൾ ഇത് വിശുദ്ധ ഡൊമിനിക്കിനും അതുപോലെ വാഴ്ത്തപ്പെട്ട അലനും സ്വർഗം നൽകിയിട്ടുള്ള സന്ദേശങ്ങളാണ് ഈ 16-15 വാഗ്ദാനങ്ങളെന്ന് പറയുന്നത്. അപ്പം എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും നിങ്ങൾ ജപമാല ചൊല്ലുക. എത്ര കോടി കടമാണെങ്കിലും 1 കോടിയോ 2 കോടിയോ നോ പ്രോബ്ലം, നിങ്ങൾ ജപമാല ചൊല്ലുക. അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി മാറ്റും. പരിശുദ്ധമ്മ അഡ്വക്കേറ്റാണ്, അഭിഭാഷകയാണ്. അപ്പം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു അമ്മ അവിടെ നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയറിബൂസ് എത് ബെനഡിക്ടൂസ് ഫ്രുക്ടൂസ് വെൻട്രീസ് ടു യേസൂസ് സാങ്ക്താ മരിയ മാതർ ദൈ ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ് Nunc et in hora mortis nostrae. Amen. Viva Christo Rey.